കണ്ണൂർ പോലീസിനെതിരെ ഭീഷണിയുമായി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അബിൻ വർക്കി. കെഎസ്യു പ്രവർത്തകരെ എസ്എഫ്ഐക്കൊപ്പം നിന്ന് പോലീസ് വേട്ടയാടുകയാണെന്ന് അബിൻ വർക്കി പറഞ്ഞു. പോലീസിനെ തെരുവിലടിക്കാൻ യൂത്ത് കോൺഗ്രസ് തയ്യാറാവുമെന്നും അബിൻ കണ്ണൂരിൽ പറഞ്ഞു. തോട്ടട ഗവൺമെന്റ് ITIയിൽ കെഎസ്യു നേതാക്കളെയടക്കം ക്രൂരമായാണ് എസ്എഫ്ഐ പ്രവർത്തകർ മർദ്ദിച്ചതെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അബിൻ വർക്കി പറഞ്ഞു. എസ്എഫ്ഐ അക്രമത്തിന് പുറമെ പോലീസും കെഎസ്യു പ്രവർത്തകരെ വേട്ടയാടുകയാണ്. കഴിഞ്ഞ ദിവസം ITIയിൽ കെഎസ്യുവിൻ്റെ കൊടി ഉയർത്താൻ പോയ കേരള വിദ്യാർത്ഥി യൂണിയൻ്റെ നേതാക്കന്മാരായ റിബിനും അതുപോലെ തന്നെ അർജുൻ കോറമും ഇവർ ഇരുവരെയും SFIക്കാർ ആദ്യം മാരകമായി മർദ്ദിക്കുന്ന ചിത്രങ്ങളും വീഡിയോകളും നാട്ടിൽ മുഴുവൻ പ്രചരിച്ചതാണ്. കണ്ണൂരിലെ മാധ്യമപ്രവർത്തകർ മുഴുവൻ കണ്ടതാണ്. SFIക്കാർ വലിയ കൂട്ടം കൂടി ഈ രണ്ട് ചെറുപ്പക്കാരെ അതിമാരകമായി അവിടെ തല്ലിച്ചതയ്ക്കുന്നതും ആക്രമിക്കുന്നതുമായ ചിത്രങ്ങൾ കണ്ടതാണ്. പോലീസ് നോക്കി നിൽക്കെയാണ് അവരെ ആക്രമിച്ചത്. ആ വിഷയത്തിൽ പോലീസ് ലാത്തി ചാർജിന് വിധേയമായ ഒരു SFI നേതാവിൻ്റെ തല പൊട്ടിയെന്ന് ആരോപിച്ചുകൊണ്ട് ഇതേ അക്രമത്തിനിരയായ കെഎസ്യുവിൻ്റെ പ്രവർത്തകർക്ക് നേരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം വധശ്രമത്തിന് കേസെടുത്തിരിക്കുകയാണ്. കഴിഞ്ഞ 3-4 ദിവസമായി ഇന്ദിരാഗാന്ധി ആശുപത്രിയിൽ വളരെ മാരകമായ ആക്രമണത്തിനിരയായി ചികിത്സയിൽ കഴിയുന്ന അർജുൻ കോറോമിൻ്റെ പേരിൽ വീണ്ടും കേസെടുത്തിരിക്കുകയാണ്. എന്തിൻ്റെ പേരിലാണ്? ഈ കമ്മീഷണർ ഓഫീസ് മാർച്ചിൽ പങ്കെടുത്തുവെന്ന് ആരോപിച്ചുകൊണ്ട് കേരള വിദ്യാർത്ഥി യൂണിയൻ്റെ നേതാക്കന്മാർക്കെതിരെ SFIക്കാർ നടത്തുന്ന അക്രമം പോരാഞ്ഞിട്ട് പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഭരണകൂട അക്രമവും കൂടി ഉണ്ടാക്കുന്നത്. കണ്ണൂർ ACP TK രത്നകുമാർ, ടൗൺ ഇൻസ്പെക്ടർ ശ്രീജിത്ത് കൊടേരി എന്നിവരെ തെരുവിൽ അടിക്കാനും തയ്യാറാണെന്ന ഭീഷണിയും അബിൻ വർക്കി മുഴക്കി. കണ്ണൂർ ACP രത്നകുമാറും ടൗൺ CI ശ്രീജിത്തും P ശശിയുടെ നിർദ്ദേശം കിട്ടിക്കൊണ്ട് കെഎസ്യുക്കാരെയും കോൺഗ്രസ്സുകാരെയും ആക്രമിക്കാനാണ് ഭാവമെങ്കിൽ പണ്ടത്തെ കണ്ണൂരല്ല എന്നുള്ളതും പണ്ടത്തെ കേരളമല്ല ഇത് എന്നുള്ളതും ഈ പോലീസ് ഓഫീസർമാർ മനസ്സിലാക്കണം. ഞങ്ങളുടെ കുട്ടികളെ ആക്രമിച്ചാൽ അതിന് ശക്തമായ തിരിച്ചടി ഉണ്ടാകും. തെരുവിലടിക്കുവരെ ഒരു സംശയവും വേണ്ട. ഈ പോലീസ് ഓഫീസർമാർ കേൾക്കാൻ വേണ്ടി പറയുകയാണ്. ACP രത്നകുമാറും ടൗൺ CI ശ്രീജിത്തും അനാവശ്യമായി എന്ന് മാത്രമല്ല വളരെ ക്രൂരമായി കെഎസ്യുക്കാരെ ആക്രമിക്കാൻ തുനിഞ്ഞിരിക്കുകയാണ് കണ്ണൂരിൽ. P ശശിയുടെ നിർദ്ദേശപ്രകാരമാണ്. P ശശി ഇരിക്കാൻ പറഞ്ഞാൽ ഇരിക്കും, നിൽക്കാൻ പറഞ്ഞാൽ നിൽക്കും, ബാത്റൂമിൽ പോകണ്ട എന്ന് പറഞ്ഞാൽ പോകില്ല, മൂത്രമൊഴിക്കാൻ പറഞ്ഞാൽ മൂത്രമൊഴിക്കുക. അങ്ങനെ ഒരു ACP, നാറിയ ACP ആണ് കണ്ണൂരിലിരിക്കുന്നത്. ആ ACPയുടെ നേതൃത്വത്തിൽ കെഎസ്യുക്കാരെ ഇനിയും ആക്രമിക്കാനാണ് ഭാവമെങ്കിൽ ഒരു കാര്യം ഉറപ്പാണ്, അവൻ പെൻഷൻ മേടിക്കാൻ പോകുന്നത് CPMൻ്റെ ഓഫീസിൽ നിന്ന് കൊടുക്കുന്ന ഏതെങ്കിലും എച്ചിൽ നോക്കിയ പെൻഷനായിരിക്കും. സർക്കാർ പെൻഷൻ അവൻ ജീവിതത്തിൽ മേടിക്കാൻ പോകുന്നില്ല. അത് പോരാഞ്ഞിട്ട് പറയുകയാണ്, ഇനിയും കെഎസ്യുക്കാരെ ആക്രമിക്കാനാണ് ഭാവമെങ്കിൽ ഉറപ്പായിട്ടും യൂത്ത് കോൺഗ്രസ് ഈ സമരം ഏറ്റെടുക്കും. യൂത്ത് കോൺഗ്രസ് അതിനെ ശക്തമായി നേരിടും. തെരുവിലടിക്കണമെങ്കിൽ തെരുവിലടിക്കാൻ ഒരു 353 അല്ലേ, അതങ്ങ് സഹിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. കണ്ണൂർ പഴയ കണ്ണൂർ അല്ലെന്ന് പറഞ്ഞാണ് പോലീസിനെതിരെ കടുത്ത ഭീഷണിയുമായി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് എത്തിയത്. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായ P ശശിയുടെ വാക്കുകേട്ടാണ് കണ്ണൂരിലെ പോലീസ് ഉദ്യോഗസ്ഥർ പ്രവർത്തിക്കുന്നതെന്നും അബിൻ വർക്കി ആരോപിച്ചു. യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് വിജിൽ മോഹൻ, സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരായ അഡ്വക്കേറ്റ് VP അബ്ദുൾ റഷീദ്, V രാഹുൽ എന്നിവരും അബിൻ വർക്കിക്കൊപ്പം ഉണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.